നമസ്കാരം. പൊളിറ്റിക്കൽ റൗണ്ടപ്പിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. ഇസ്രായേൽ ഹമാസിൻ്റെ തലയിൽ തീ തുപ്പിയ ദിവസത്തിൻ്റെ 1-ാം വാർഷികമാണിന്ന്. നമുക്കറിയാം, ഒരു വർഷക്കാലമായി പിന്നീട് നടന്ന യുദ്ധ പരമ്പരകൾ, ഏതാണ്ട് 42,000-ലേറെ ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. നിരവധി കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ ആശുപത്രിയിലടക്കം ബോംബിടുകയും നിരവധി ആളുകൾ കൊല്ലപ്പെടുകയൊക്കെ ചെയ്ത സംഭവമാണിത്. അതിനേക്കാളേറെ നിരവധി ആളുകൾ പലായനം ചെയ്യപ്പെടുന്നത്, ഈ പ്രദേശം മൊത്തം തകർന്ന് തരിപ്പണമായി ഒരു മനുഷ്യനും അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോഴും ഈ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ബോംബുകൾ വർഷിക്കപ്പെടുന്നു. വലിയ യുദ്ധമുഖത്താണ് ഇസ്രായേലും ഇറാനും. തുടങ്ങിയത് എവിടെയാണോ അവിടെയല്ല ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഹമാസ് ഇസ്രായേൽ പോരാട്ടത്തിൻ്റെ ഒരു ചരിത്രം? ഇറാൻ്റെ പങ്കാളിത്തം എന്താണ് ഈ യുദ്ധത്തിൽ? ഇന്നലെ വരെ ഇസ്രായേലിൻ്റെ പ്രശ്നമല്ല, ഇസ്രായേലും അറബികളുമായിട്ടുള്ള പ്രശ്നം ചർച്ച ചെയ്യുമ്പം പാലസ്തീൻ അധിനിവേശൻ്റെ പ്രശ്നം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അല്ലെ, പാലസ്തീൻ അനുകൂലമായ നിലപാടുകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇവിടെ ഇപ്പോഴും നമ്മൾ പാലസ്തീൻ അനുകൂല നിലപാടെന്ന് പറഞ്ഞാണ് ഈ ഇസ്രായേലിനെതിരായി ഇപ്പോഴും സമരം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലോ മറ്റൊരു രംഗത്തും പാലസ്തീൻ്റെ പ്രശ്നമല്ല, പാലസ്തീൻ ഇസ്രായേൽ ഏറ്റുമുട്ടൽ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമായിരിക്കും ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. ഇവിടെ രണ്ട് കാര്യങ്ങൾ കാണാൻ പറ്റും. പാലസ്തീനുമായി ഒരു ജെനുവിൻ കോസ് ഉണ്ടായിരുന്നു, അതിർത്തി തർക്കം ഉണ്ടായിരുന്നു, ജനങ്ങളുടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ പ്രശ്നമുണ്ട്, പല കാര്യങ്ങളുണ്ടായിരുന്നു. പല തരത്തിലുള്ള ചർച്ചകളിൽ കൂടെ ഒരു തരത്തിൽ സമാധാനം കൊണ്ടുവരുമ്പം പാലസ്തീനിലെ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി ആര് ജയിച്ചു? ഹമാസ് ജയിച്ചു. അപ്പോൾ ഹമാസിനെ ഉപയോഗിച്ച് കുറേ കൂടെ രൂക്ഷമായ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ ഇറാനും അതുപോലുള്ള കക്ഷികൾക്കുമായി. ഇപ്പോൾ വീണ്ടും ഒരു ഡയറക്റ്റ് ഏറ്റുമുട്ടലിലേക്ക് അന്ന് തൊട്ട് തുടങ്ങുകയാണ്. ഇതിന് സമാനമായ സംഭവം നമുക്ക് പറയണമെങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ഒരു പർട്ടിക്കുലർ 53 കഴിഞ്ഞൊരു 10-15 വർഷം ഷായുടെ കാലഘട്ടത്തിൽ ഏറ്റവും സൗഹൃദത്തോടെ കഴിഞ്ഞ രണ്ട് രാജ്യങ്ങളായിരുന്നു ആര്? ഇസ്രായേലും ഇറാനും. എല്ലാ രംഗത്തും പരസ്പരം സഹായിക്കുന്ന ഒരു ഭരണക്രമമാണ് അവർ പിന്തുടർന്നത്. യാതൊരു സംഘർഷവും കൃഷി മേഖലയിൽ എല്ലാ മേഖലയിലും ഈ പട്ടാളക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ആ രംഗത്ത് വരെ സഹകരിച്ചു പോയി. ആ രംഗത്ത് വരെ ഇറാനും ഇസ്രായേലും സഹകരിച്ചു പോയിക്കൊണ്ടിരുന്നത് വളരെ പെട്ടെന്ന് 1979 ഷായെ പുറത്താക്കിയിട്ട് പുതിയ പൗരോഹിത്യത്തിന് സ്വാധീനമുള്ള ഭരണകൂടം സ്ഥാപിക്കപ്പെട്ടത് മുതൽ വീണ്ടും ഈ ശത്രു തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ രാഷ്ട്രത്തിൻ്റെയോ ജനതയുടെയോ പ്രശ്നമല്ല, അങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണ്. ഇത് മതപരമായ മേധാവിത്വത്തിന് വേണ്ടിയുള്ള സമരമായിട്ട് വളരെ പെട്ടെന്ന് ഇത് മാറി. ഇറാൻ അതുപോലെയുള്ള ഇറാന് പ്രശ്നമില്ല, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ഇറാന് പ്രശ്നമില്ല. പൗരോഹിത്യത്തിൻ്റെ കീഴിൽ ഇറാൻ വന്നപ്പോഴാണ് പ്രശ്നമാകുന്നത്. ഇവിടെ ആ ഇറാന് ഇനി ആ സ്വാധീനം നിലനിർത്തണമെങ്കിൽ ഷിയ രാജ്യങ്ങൾ താരതമ്യേന ദുർബലരെ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം സാധാരണ കൊച്ചുകുട്ടികളുടെ മനഃശാസ്ത്രം, അത് ആ സൈക്കോളജി തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് നമ്മളെക്കാൾ കരുത്തനായ ഒരുത്തനെ നേരിട്ട് തല്ലി തോപ്പിക്കാൻ പറ്റില്ല, പോകുന്ന ഒഴിക്കൽ ടേററിയാൻ നോക്കും, പുറകിന് കല്ലെടുത്തെറിയും. ഇതേ സൈക്കോളജിയാണ് ഷിയയെയും ഭരിക്കുന്നത്. സുന്നികളുമായിട്ട് നേരിട്ട് അവർക്ക് ഏറ്റുമുട്ടാൻ പറ്റില്ല, നേരിട്ടുമുട്ടാനുള്ള ശക്തി അവർക്കില്ല. ഇറാഖ് ഒന്നും അല്ലാതായി, നേരിട്ട് ഏറ്റുമുട്ടാൻ അമേരിക്കയായിട്ട് ഏറ്റുമുട്ടാൻ ഒന്നുമല്ലാതായി. അപ്പോൾ ഈ സൈക്കോളജി അതെല്ലാ കാലത്തും എല്ലാ മനുഷ്യവർഗങ്ങളിലുമുണ്ട്. ആ മനുഷ്യവർഗത്തിൻ്റെ പിന്തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തുടർ സമരങ്ങളും ചലനങ്ങളും. ഇതിൽ ഒന്ന് ഞാൻ കഴിഞ്ഞ ദിവസം മുമ്പ് പറഞ്ഞു, ഈ യുദ്ധത്തിന് ഹമാസിൻ്റെ പക്ഷത്തു നിന്ന് നയിക്കുന്ന നേതാവാരാണ്? ഓരോരുത്തരും മാറിക്കൊണ്ടിരിക്കുക. അയാളുടെ കൺട്രോളിലാണ് കാര്യങ്ങൾ മുഴുവൻ പോകുന്നത്. ഹമാസ് കഴിഞ്ഞ് മറ്റേ ഹിസ്ബുള്ളയുടെ തലവനെ വെച്ചു ഇല്ലേ, ഇവരുടെ കൺട്രോളിലാണ് കാര്യങ്ങൾ പോകുന്നത്. ആ രീതിയിൽ വേണം ഈ സംഘർഷത്തെ കാണാൻ. ഇത് ഉടനെയൊന്നും തീരുകയില്ല.
ഇപ്പോൾ ചമ്പൽക്കാട്ടിൽ ഒരു കൊള്ളക്കാരൻ മകൻ സിംഗിനെ കൊന്നുകൊണ്ട് തീർന്നില്ല, ഫുലാൻ രവിയെ കൊന്നുകൊണ്ട് തീർന്നില്ല. പിന്നെയും ആ കൊള്ളത്തോടെ ആരെങ്കിലും 4 പേര് വന്നാൽ മതി. കല്ലെറിയാൻ തയ്യാറുള്ള ഈ കൊച്ചു പിള്ളേരുടെ മനഃശാസ്ത്രമുള്ള അല്ലെങ്കിൽ വിവരം കേട്ട മന്ദബുദ്ധികളുള്ളിടത്ത് ഇത് നടക്കും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഹമാസ് ഏതാണ്ട് പൂർണ്ണമായും തീർന്നു കഴിഞ്ഞു. അപ്പം ഇവിടെയുള്ള ആളുകൾ, കുറേ ആളുകൾ ഈജിപ്തിലേക്കും ഒക്കെയാണ് പലായനം ചെയ്തത്. പക്ഷേ ഇസ്രായേൽ ഒരിക്കലും ഈജിപ്തിനെതിരെ ഒരു നിലപാട്, അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടില്ല. മറ്റ് രാജ്യങ്ങൾക്കെതിരെയും ഇസ്രായേൽ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇറാനും ഇറാഖും പോലെയുള്ള രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് വരുന്നു. അതുതന്നെ ഒരു 3-ാം ലോക യുദ്ധത്തിലേക്കൊക്കെ വഴിമാറിയേക്കും എന്നുള്ള ആശങ്കയിലേക്കാണ് ഇപ്പോൾ ഈ നിലനിൽക്കുന്ന സംഭവം. യഥാർത്ഥത്തിൽ ഈ ഹമാസിനെ അന്ന് തീർക്കുക എന്ന് മാത്രമായിരുന്നല്ലോ ഇസ്രായേലിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. ഏതാണ്ട് അത് ഏറെക്കുറെ അത് പൂർത്തിയായിരിക്കുന്നു. ഈ ഇത്തരത്തിലേക്ക് പിന്നെയും മാറി മാറി പോകുന്നു എന്ന് പറയുന്നത് യഥാർത്ഥ വില്ലൻ പുറത്തേക്ക് ചാടുകയാണ്. ഇപ്പോൾ യഥാർത്ഥ വില്ലൻ പുറത്ത് വന്നു കഴിഞ്ഞു, ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇറാൻ അതിനകത്ത് നിന്ന് കൈകഴുകി മാറാൻ പറ്റില്ല. ഇറാൻ വളർത്തിയെടുത്ത നിലമുള്ള പ്രോക്സി വാർ അല്ലെ എന്നാ കൊട്ടേഷൻ ടീം, ഇറാൻ വളർത്തിയെടുത്ത കൊട്ടേഷൻ ടീമാണ് ഇത് ചെയ്യുന്നത്. ഇറാൻ ശരിക്കും ഇസ്രായേലല്ല ഇറാനിൻ്റെ ശത്രു. മുസ്ലിം ലോകത്തിൻ്റെ മേധാവിത്വം ഖിലാഫറ്റാകാനുള്ള ഇറാൻ്റെ മോഹത്തിൻ്റെ തടസ്സം നിൽക്കുന്ന രാജ്യം, ഇറാൻ്റെ മൊത്തത്തിൽ തന്നെ തടസ്സം നിൽക്കുന്ന ഇസ്രായേലാണ്. ഇപ്പോൾ ഇസ്രായേലാണ് ഇസ്ലാമിൻ്റെ ശത്രുവെങ്കിൽ എന്തിനാ ഈ സൗദി അറേബ്യയിലേക്ക് ഹൂത്തിയും സൗദി അറേബ്യയായിട്ട് തർക്കം വല്ലതും ഉണ്ടോ? സൗദി അറേബ്യയിലേക്ക് മിസൈൽ വിടുന്നേരാ, കപ്പലുകൾ നശിപ്പിക്കുന്നേരാ ഹൂത്തികളല്ലേ, അതിനെ സപ്പോർട്ട് ചെയ്യുന്നേരാ. ഇസ്രായേലിൻ്റെ കപ്പലല്ലല്ലോ നശിപ്പിക്കുന്നത്, എത്രയോ രാജ്യങ്ങളല്ലേ, അതിനെ സപ്പോർട്ട് ചെയ്യുന്നേരാ. അപ്പം ഇതിൻ്റെ എല്ലാം കൂടെ പിന്നെ പുറകിൽ കോർഡിനേറ്റ് ചെയ്യുന്ന ആ യുക്തി അല്ലെ ആ ശക്തി ഇവരുടെയാണ്, ഇറാൻ്റെയാണ്. അത് കുറേ കൂടെ പുറത്ത് വരും. അങ്ങനെ വരുമ്പം ഇറാനിൻ്റെ മുമ്പിലുള്ള മാർഗം ഒരു പരിധി വരെ കഴിയുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങൾ സത്യം തിരിച്ചറിയും. ഇറാൻ ജനത സത്യം തിരിച്ചറിയും. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഞാൻ കണക്കുകൂടെ നമ്മുടെ വിലയിരുത്തൽ ഇതുവരെ പറഞ്ഞെല്ലാം ഒരുമാതിരി കാര്യമായിട്ട് വരുന്ന ഒരു യുദ്ധം കാര്യമായിട്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഇറാൻ്റെ കാര്യത്തിൽ. ഞാൻ വിലയിരുത്തുന്ന അവസാനമായി വരുമ്പം ഇറാനിലെ ഭരണകൂടത്തെ തൂത്തെറിയാൻ, അവിടുത്തെ ജനങ്ങൾ തന്നെ ഒരു ആഭ്യന്തര ഷായെ എങ്ങനെ തൂത്തെറിഞ്ഞോ അതുപോലെ തന്നെ ഖൊമൈനിമാരെ തൂത്തെറിയാൻ പുരോഗതിനെ കണ്ട വഴി വെച്ച് തടി കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. കൂടെ ഇവിടുത്തെ കേരളത്തിലെ കുറേ ഇടതുപക്ഷവും കുറേ SDP PDP അങ്ങനത്തെ കുറേ ആൾക്കാർ മാത്രമേ കാണുള്ളൂ. വേറെ ലോകത്തെവിടെ ഇങ്ങനെ ഇതിൽ വരുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആദ്യഘട്ടത്തിലൊക്കെ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും പ്രകടനം വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ പല രാജ്യങ്ങളും, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്രായേലിനെതിരായിട്ടുള്ള പ്രകടനങ്ങൾ നിരോധിക്കുന്ന സ്റ്റേജ് വന്നിട്ടുണ്ട്. ഇവർക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നവരെ പുറത്താക്കുന്ന സ്റ്റേജ് വന്നിട്ടുണ്ട്. ആ ഐസൊലേഷൻ വളർന്നു വരികയാണ്. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. എല്ലായിടത്തും ഒറ്റപ്പെടുത്തി ഒരു രാജ്യമാകുക എന്നുള്ളത് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് തകർത്തുകളായി ജനം അതിനെ നിന്നുകൊടുക്കില്ല. വിദ്യാഭ്യാസം കിട്ടുന്നതനുസരിച്ച് ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഇപ്പോഴത്തെ ഒരു യുക്തിപരമായി നമുക്ക് അസസ്മെൻ്റ് നടത്താവുന്നത്. ഇപ്പോൾ ഈ ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള ഒരു മുന്നൊരുക്കങ്ങൾ ഈ ഇറാൻ ഇറാഖ് പോലെയുള്ള രാജ്യങ്ങൾ നടത്തുന്നു. ഒപ്പം തന്നെ ഇസ്രായേൽ അമേരിക്ക തുടങ്ങി യൂറോപ്യൻ ശക്തികളെല്ലാം ചേർന്ന് മറ്റൊരു ശക്തിയെ നിൽക്കുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ലോകയുദ്ധത്തിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ ഇരുവശത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ ഉള്ളൊരു വലിയ വിഷയം എന്ന് പറയുന്നത് ഈ 1-2 ലോകമഹായുദ്ധം നടന്നതുപോലെയുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയല്ല ലോകത്തിൽ മൊത്തം ഉണ്ടായിരിക്കുന്നത്. മൊത്തം വലിയൊരു ചേഞ്ചസിലേക്കൂടെ ഇവിടെ കടന്നു പോകുന്നുണ്ട്. അപ്പം ഇതിനുള്ളൊരു സാധ്യതയുണ്ടോ? ഒരു ലോകയുദ്ധത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടോ? നമ്മൾ പലപ്പോഴും ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ആ ചോദ്യം നമ്മൾ വേറെ ലഘുവായി ചോദിച്ചു, ഇറാൻ ഇസ്രായേൽ യുദ്ധം വഷളാവുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞാൽ അത് ഉണ്ടാവില്ല. ലെബനോനിൽ നിന്നുള്ള ഇസ്രായേലിൻ്റെ സത്ത തിരിച്ചു മാറ്റാമെന്ന് നടത്തുന്ന ഒരു ശ്രമം മാത്രമേ അത്. അതിനപ്പുറത്തേക്ക് പോകാൻ ഇറാനെ കൊണ്ട് പറ്റില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഈ പുറകിൽ നിന്ന് പോകുന്ന വഴിക്ക് കല്ലെറിയാനേ ഇവരെ കൊണ്ട് പറ്റുള്ളൂ. അല്ല, പക്ഷേ ഇറാൻ വലിയ ആണവശക്തി കൂടിയാണ്. ഈ ആണവശക്തി ഉപയോഗിക്കാൻ, എൻ്റെ കയ്യിലുള്ള ഈ ആണവശക്തി ഉപയോഗിക്കാൻ പറ്റണ്ടേ? ഉപയോഗിക്കണമെന്ന് വിചാരിച്ചാൽ പോലും പറ്റില്ല, പറന്നു പൊങ്ങിയല്ല. ഇറാനിലുള്ള ഓരോ ചലനങ്ങളും നിരീക്ഷിക്കാൻ മാത്രമുള്ള കപ്പാസിറ്റി അമേരിക്കയ്ക്കുണ്ട്. മാത്രമല്ല റഷ്യ എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കില്ലേ. ഇറാൻ അങ്ങനെ വളർന്നൊരു മുസ്ലിം രാജ്യം ഉണ്ടാകുന്ന റഷ്യക്ക് ഇഷ്ടമായിരിക്കുമോ? ചൈനയ്ക്ക് ഇഷ്ടമായിരിക്കുമോ? ആലോചിച്ചു നോക്കും. ഇവരുടെയൊക്കെ ഇറാൻ അങ്ങനെ ഒരു ഖിലാഫത്തായി കഴിഞ്ഞാൽ, അത്രയും വലിയൊരു രാജ്യമായി കഴിഞ്ഞാൽ ഇത് ചൈനയ്ക്കും റഷ്യയ്ക്കൊക്കെ നാളെ ഭീഷണിയാണ്. അതുകൊണ്ട് ഇവരെല്ലാം ആരും പുറമെ വലിയ യോജിപ്പ് കാണിച്ചില്ല, ഒറ്റക്കെട്ടായി നിൽക്കും. ഇസ്രായേലിനുള്ള ആയുധ സപ്ലൈ ഏതെങ്കിലും രാജ്യം നിർത്തിയിട്ടുണ്ടോ? ഇന്ത്യ പോലും നിർത്തിയിട്ടില്ല. ഫ്രാൻസ് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ സ്പെയിൻ കൊടുക്കരുതെന്ന്, പക്ഷെ അവരൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക.
ഈ ആയുധങ്ങൾക്ക് യാതൊരു ഷോർട്ടേജും ഇസ്രായേലിൽ ഉണ്ടാകുന്നില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു വർഷം അവർക്ക് പിടിച്ചേക്കാൻ പറ്റില്ലല്ലോ. ആയുധങ്ങൾ എല്ലാ ആളുകളും കൊടുക്കാതിരിക്കുകയായിരുന്നെങ്കിൽ ഇസ്രായേലിന് ഒരു കാരണവശാലും ഒരു കൂടി വന്നു കഴിഞ്ഞിട്ട് 6 മാസമൊക്കെ പോകാൻ പറ്റും. അല്ല, UN സെക്യൂരിറ്റി കൗൺസിലിൽ പ്രമേയം 1701 പ്രമേയം അവതരിപ്പിച്ച രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് എന്നാൽ ഇസ്രായേലിന് യാതൊരു ആയുധവും കൊടുക്കില്ല എന്ന് തീരുമാനിച്ചാൽ അന്ന് തീർന്നു യുദ്ധം. പക്ഷെ അങ്ങനെ തീരുമാനിക്കൂ. ഇറാൻ എണ്ണ കൊടുക്കരുതെന്ന് എല്ലാവരും തീരുമാനിച്ചു. റഷ്യക്ക് എണ്ണ കൊടുക്കരുത്, അപ്പോഴും ഇവരുടെ ഇറാൻ്റെ എണ്ണ ചിലവാകുന്നില്ലേ? അങ്ങനെ ഒരു ബ്ലാങ്കറ്റ് ബാൻ ഒരു രാജ്യത്തിനോ ഒരു സംഘത്തിനോ ഏർപ്പെടുത്താൻ പറ്റില്ല. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പോൾ 1-ാം ലോകയുദ്ധവും 2-ാം ലോക മഹായുദ്ധമൊക്കെ നടന്ന പോലുള്ളൊരു രാഷ്ട്രീയ കാലാവസ്ഥ എല്ലാ ലോകത്തിലാകാനുള്ളത്. അപ്പോൾ അത്തരത്തിൽ ആർക്കെങ്കിലും ആരെയെങ്കിലും പൂർണ്ണമായി ഇല്ലാതാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം. ഒന്ന്, ഇതുവരെയുള്ള ചരിത്രം വെച്ച് ഇസ്രായേലും മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ ഏറ്റവും ഇംബാലൻസ്ഡ് ടീമാണ്. ശക്തി കൊണ്ട് നമ്മൾ ഫിസിക്കൽ ശക്തിയാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ, ആയുധങ്ങളുടെ ശക്തിയാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഇസ്രായേൽ ഏറ്റവും പുറകെ എണ്ണത്തിൽ, ആയുധങ്ങളുടെ എണ്ണത്തിലൊക്കെ. എന്നിട്ടും ഇസ്രായേലിന് ഇവരെ ചെറുത്തു നിൽക്കാൻ മാത്രമല്ല തോൽപ്പിക്കാനും പറ്റുന്നുണ്ട്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഇസ്രായേലിൻ്റെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളെക്കാൾ കൂടുതൽ, സ്ത്രീകളെക്കാൾ കൂടുതൽ ഇവരുടെ പരസ്പരമുള്ള ബോംബിങ്ങിലും ഇവിടെ ഇസ്രായേൽ നടത്തിയ ബോംബിങ്ങിലും കൊന്നിട്ടുണ്ട്. ഇസ്രായേൽ കുറേ കൂടെ മനുഷ്യത്വത്തിൻ്റെ സമീപനം പലയിടത്തും എടുത്തിട്ടുണ്ട്, പക്ഷേ പിന്നോട്ടില്ല. പക്ഷേ ഹമാസിലെ ആശുപത്രിയിലൊക്കെ ബോംബിട്ടത്. അല്ല, ആശുപത്രി ബോംബിടുന്നതിൻ്റെ കാരണം എന്നാന്നേ? അതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞാൽ, ആശുപത്രി കൊണ്ട് ബോംബും തോക്കും വെച്ചിട്ട് ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ചുകൊണ്ടിരിക്കുന്ന അവിടെ പിന്നെ എവിടെയാണ് കൊണ്ട് ബോംബ് ഇടണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്, സിവിലൈസേഷൻ, വാർ ഓഫ് സിവിലൈസേഷനാണ്. സംസ്കാരങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ഒരു പൈശാചിക സംസ്കാരം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം. ഇസ്രായേൽ ആസിറ്റീസ് പൈശാചികമല്ല, കാരണം നമ്മുടെ മുമ്പിൽ തെളിവുകളൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഇസ്രായേലിലാണ് ഇന്ന രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ നോക്കി, ഇന്ന രാജ്യങ്ങൾ ആക്രമിച്ചു എന്ന് പറയണം. അതിന് ഇതുവരെ നമുക്കൊരു തെളിവില്ല. ഉണ്ടോ? ഇപ്പോൾ അമേരിക്ക പോലും മറ്റു പല രാജ്യങ്ങളും ആക്രമിച്ചിട്ടുണ്ട്. ബ്രിട്ടൻ ആക്രമിച്ചിട്ടുണ്ട്. അർജൻറ്റീനയും ഒരു ഫാക്ലാൻഡ് ഐലൻഡിന് വേണ്ടി ബ്രിട്ടൻ വരെ അർജൻറ്റീനയായിട്ട് യുദ്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള വേറെ മറ്റൊരു രാജ്യമായിട്ട് യുദ്ധമില്ല. ഇസ്രായേലിൻ്റെ ചുറ്റുവട്ടത്തിൽ കിടക്കുന്ന രാജ്യങ്ങൾ അവർ വളരെ ശക്തമാണ്. ശരി, അവരുടെ ഭാഗത്താണ് പണ്ട് അവർ ജയിച്ചേനെ. പിന്നെ രണ്ടാമതൊരു തെറ്റ് പറ്റിയിരിക്കുന്നത്, ഇസ്രായേലിൻ്റെ ഈ ആചാരപരമായ നിഷ്ഠകളെ ഈ അറബ് രാജ്യങ്ങൾ തെറ്റിദ്ധരിച്ചു, അല്ലെ യൂറോപ്പും തെറ്റിദ്ധരിച്ചു. ഇവരുടെ സാബത്ത് കമ്പൽസറി, അവർക്ക് അവധി എടുത്തിരിക്കണം, നിർബന്ധിത അവധി പറയുന്നുണ്ട്. എല്ലാ മതങ്ങളുണ്ട്, ഇസ്രായേൽ അത് കൂടുതലായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ തീരുമാനിച്ചത് ഇവർ മണ്ടന്മാരാണ്, മടിയന്മാരാണ്. അവധി എടുത്ത് ജോലി ചെയ്ത് ഉഴപ്പ് കണക്കാൻ അത്തരം മന്ദബുദ്ധികളുള്ള കണക്കൂട്ടലിലാണ് ജൂതരെ അറബ് ലോകം നേരിടാൻ തുടങ്ങി ആദ്യഘട്ടത്തിൽ. പിന്നീട് നമ്മൾ പറയുന്ന മാങ്ങയുടെ അണ്ടിയോടെ എടുത്തപ്പോഴാണ് പുളി അറിയുന്നതെന്ന് പറഞ്ഞ പോലെ ഏറ്റുമുട്ടലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർ മാറി. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിനെ കെട്ടിപ്പടുത്തിരിക്കുന്നത് തീവ്രമായ ദൈവവിശ്വാസത്തിലാണ്, ബിലീഫിലാണ്. നമ്മൾ കേൾക്കാത്ത ഒത്തിരി കഥകൾ ഓരോ പുസ്തകങ്ങൾ വായിക്കാൻ നമുക്ക് കിട്ടും. ഇസ്രായേലിനെ ബാബിലോണിയ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ഉടനെ ഇസ്രായേലി പുരോഹിതൻ പറഞ്ഞത്, ദൈവം നമ്മുടെ തെറ്റുകൾക്ക് നമ്മളെ ശിക്ഷിച്ചതാണ്. അതായത് അവരാക്രമിച്ച് അവരുടെ ശക്തി കൊണ്ട് കീഴ്പ്പെടുത്തി ദൈവം നമ്മളെ ശിക്ഷിച്ചാണത്. നമ്മൾ ഈ അതിൻ്റെ ഹിന്ദുമതത്തിൽ ഒത്തിരി സമാനതകളുണ്ട്. കർമ്മഫലം, വിധി, അത് അങ്ങനെ തന്നെ വിശ്വസിച്ച് ഇസ്രായേൽ സമാധാനത്തോടെ അടുത്ത യുദ്ധത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോൾ ദൈവം പറഞ്ഞിട്ടുണ്ട് ഇവരോട്, ഞാനൊരു 10-7 വർഷം കഴിഞ്ഞ് തിരിച്ചു വരും, നിങ്ങളെ രക്ഷിക്കാം. അതിലൊരു അത്രയ്ക്ക് മാത്രം തീവ്രമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ജൂതരാഷ്ട്രം. നമ്മളൊന്നും അങ്ങനെയല്ല. വേറെ ക്രിസ്ത്യൻ രാജ്യങ്ങളും അങ്ങനെയല്ല, ഒരു രാജ്യവും അങ്ങനെയല്ല. ബുദ്ധമതത്തിന് സ്വാധീനമുള്ള രാജ്യങ്ങളും അങ്ങനെയല്ല. അങ്ങനെ ഇവരുടെ ആ വിശ്വാസത്തിൻ്റെ ബലം ഒന്ന് ആലോചിക്കുക. ദൈവം നമ്മളെ യുദ്ധം ചെയ്ത് മറ്റവൻ തോൽപ്പിച്ചത് നമ്മുടെ കഴിവുകൊണ്ടല്ല, അവൻ്റെ കഴിവുകൊണ്ടല്ല, മറിച്ച് ദൈവം അങ്ങനെ തീരുമാനിച്ചിരുന്നു. അതാണ് ഇവരുടെ വ്യാഖ്യാനം. അങ്ങനെ ഓരോ കാര്യത്തിലും പറയുന്നുണ്ട്. അപ്പം ആ ടെൻഡൻസിയുള്ള ഒരു രാജ്യത്തിനെതിരായിട്ടാണ് ആര് ഇനി മറിച്ച് ഇസ്രായേൽ അംഗീകരിക്കാൻ, ഞാൻ വീണ്ടും പല പ്രാവശ്യം പറഞ്ഞു, ഇസ്രായേൽ ഈജിപ്തിനെ അംഗീകരിക്കാതിരുന്നിട്ടുണ്ടോ? സിറിയ അംഗീകരിക്കാതിരുന്നിട്ടുണ്ടോ? ആരെയും അംഗീകരിക്കാതിരുന്നിരിക്കുന്നത്? റൗഡി ഗ്രൂപ്പുകളുണ്ട്, അതിനൊക്കെ രാജ്യമായിട്ട് അംഗീകരിക്കാൻ പറ്റുമോ? ഹിസ്ബുള്ള, ഹൂത്തീസ്, ഹമാസ്, ഇവരെയൊക്കെ രാജ്യമായിട്ട് അംഗീകരിക്കാൻ പറ്റുമോ? രാജ്യമായിട്ട് അംഗീകരിക്കണ ആര് ഭൂമി കൊടുക്കണം? ഇറാൻ കൊടുക്കുമോ? ഇഷ്ടംപോലെ ഭൂമിയുണ്ട് ഇറാന്.
സിറിയയ്ക്ക് ഭൂമിയുണ്ട്, വെറും മരുഭൂമി. എന്നാലും കൊടുക്കുമോ? കൊടുക്കേണ്ടത് ഇവൻ്റെ കയ്യിൽ നിന്നുള്ളത് കൊടുക്കണം. ആരെ? ജൂതൻ്റെ കയ്യിൽ നിന്നുള്ള കൊടുക്കണം. അവർ പിടിച്ചെടുത്ത ഭൂമി പോലും, അറബികളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമി പോലും ഈജിപ്തിൻ്റെ സിറിയയിലെയും കയ്യിലാണ്. 66 യുദ്ധത്തിൽ 6 ഡേ വാർ അല്ലേ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ആ സംസ്കാരവും പശ്ചാത്തലവുമാണ് അവിടെ നിലനിൽക്കുന്നത്. ഇനി രണ്ടാമത്തത്, വലിയ യുദ്ധം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ആര് ചെയ്യും യുദ്ധം? പറയാം. അല്ല, ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി പിടിച്ചു വെക്കണമെങ്കിൽ യുദ്ധത്തിലേക്ക് പോയാൽ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ആരെത്തിച്ചു? അവരെന്നെ എത്തിച്ചാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെക്ക് ആൻഡ് ബാലൻസ് എന്ന് പറഞ്ഞാൽ, കൗണ്ടർ ബാലൻസ് എന്ന് പറഞ്ഞ സാധനം ഇറാനിലെ ജനങ്ങൾ മുഴുവൻ തീരുമാനന്മാരാണോ? അല്ല, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ ഒരു ഭരണാധികാരി എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കുക എന്ന് മാത്രമല്ല ജനതയ്ക്ക് പറ്റുള്ളൂ. അല്ല, അത് ഇസ്രായേലിനെ തന്നെ നോക്കൂ. ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ സമയത്ത് നെതന്യാഹുവിനെതിരെ അവിടെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷേ ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. ഇപ്പോൾ അത് ഇസ്രായേൽ ജനാധിപത്യ രാജ്യമാണ്. അതെ, ജനങ്ങളെ അഭിപ്രായം പ്രകടിപ്പിക്കുന്ന രാജ്യം. ഇപ്പം താങ്കൾ പറഞ്ഞതിൻ്റെ നേരെ ഒരു കൗണ്ടർ ഞാൻ പറയാം. പാകിസ്ഥാനും ബംഗ്ലാദേശും ഒറ്റ രാജ്യമായിട്ട് അറിയപ്പെട്ടില്ല. ഇന്ത്യ വിരുദ്ധതയായിരുന്നു രണ്ട് ഭാഗത്തിൻ്റെ, ഒന്ന് ഷിയയും ഒന്ന് സുന്നി. ഇന്ത്യ വിരുദ്ധതയായിരുന്നു ആരുടെ ബലം? പാകിസ്ഥാൻ്റെ മൊത്തം, ബംഗ്ലാദേശും കൂടെ കൂടി. ഒരു ക്രൈസിസ് പീരീഡ് വന്നപ്പം അവിടുത്തെ ജനതയുടെ താല്പര്യം പാലിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പം അവസാനം ഇന്ത്യയുടെ സഹായം തേടിയില്ലേ? വേറെ രാജ്യമാകാൻ തയ്യാറായില്ലേ? ഇത് തന്നെ ഇസ്രായേലിനും ഇറാനിലും സംഭവിച്ചു കൂടുന്നുണ്ടോ? അങ്ങനെ ഒന്ന് ആലോചിക്കും. നമ്മുടെ തൊട്ടടുത്തുള്ള അനുഭവമല്ലേ പാകിസ്ഥാൻ. ഇങ്ങനെ അത്രയും ശക്തമായ രാജ്യം പറയില്ലായിരുന്നു. ബംഗ്ലാദേശും കൂടെ പാകിസ്ഥാൻ്റെ കൂടിയായിരുന്നെങ്കിൽ ഇപ്പം തിരിച്ചതിലേക്ക് ആ ചാനലിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ഇതുപോലും അല്ല, അതൊക്കെ ചൈനയുടെ ചില ഇടപെടൽ. ചൈനയുടെ അല്ല, അന്ന് ചൈനയ്ക്ക് ഇത്ര സഹായിക്കാൻ പറ്റില്ല. ഇപ്പം ചൈന സഹായിക്കാൻ ഇപ്പോൾ 2-3 കുഴപ്പങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള 2-3 കാര്യങ്ങൾ. ഒന്ന്, ചൈനയുടെ ശക്തി പറയുന്ന ശക്തിയുള്ളൂ, പരീക്ഷിക്കപ്പെടുന്ന ശക്തിയില്ല. പരീക്ഷിക്കപ്പെട്ടിട്ടില്ല ശരിക്കും. വിയറ്റ്നാമിലൊക്കെ ഈ ഒളിയുദ്ധത്തിനുള്ള ഗറില്ല യുദ്ധമാണ് അവൻ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. അത് ഇപ്പോൾ ലോകത്ത് ക്രിസ്ത്യാനി ഗറില്ല യുദ്ധത്തിന് തയ്യാറായ രംഗത്ത് വന്നാൽ എവിടെ നിൽക്കുമാർ? അല്ലെ ഹിന്ദുക്കൾ ഈ പരിപാടി ട്രെയിനിൻ്റെ അടിക്കൊണ്ട ബോംബ് വയ്ക്കുന്ന പരിപാടിക്ക് അവരുടെ പോയി ഒരു മിലിറ്ററി ഗ്രൂപ്പ് ഉണ്ടാക്കി, ഹിന്ദു റാഡിക്കൽസോ ഹിന്ദു റിബൽസെന്നോ പറഞ്ഞൊരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്രിസ്ത്യൻസോ ഉണ്ടാക്കി കഴിഞ്ഞാൽ തിരിച്ച് യൂണിറ്റ് അടിക്കാൻ തുടങ്ങിയാലോ ഒറ്റ ദിവസം കൂടെ തീരുമോ? ഇല്ലേ? പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, സിവിലൈസേഷൻ, വാർ ഓഫ് സിവിലൈസേഷൻ. ഇപ്പുറത്തെ സിവിലൈസേഷൻ സംസ്കാരം കൂടുതലാണ്, അല്ലെ അതിൻ്റെ മഹത്വം കൂടുതലാണ്. അപ്പുറത്ത് അതില്ലാതെ ജനങ്ങളെ വളർത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഇന്ന് കൊച്ചുകുട്ടികൾ, അംഗൻവാടി പോലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇറാനിൽ അല്ലെങ്കിൽ ഇസ്രായേലുകാർ പഠിപ്പിക്കുന്നത് ബൈബിളിലെ വചനങ്ങളാണ്. ശത്രു അവിടെ ഇല്ല. ഒരു ശത്രുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല അവിടെ പഠിപ്പിക്കുന്നത്. മറിച്ച് ഇറാനിലേക്ക് ചെല്ലുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജൂതൻ ശത്രുവാണെന്ന് പറഞ്ഞ് ഈ കൊച്ചു പിള്ളേരെ പഠിപ്പിച്ചു വിടുകയാണ്. ഇവിടുത്തെ മദ്രസകളിൽ ഏറെക്കുറെ അങ്ങനെയുണ്ട്. കാഫിറാണ് മറ്റുള്ളവർ. അപ്പോൾ ഈ കൊച്ചു പിള്ളേർ വരെ എങ്ങനെ സ്വർഗത്തിൽ പോകണം? കാഫിറിനെ കൊല്ലാൻ നടക്കുക. അടുത്തുള്ള കാഫിർ ജൂതനാണ്, അവനെ കൊല്ലണം. ആ കാഴ്ചപ്പാടിനെ എതിർക്കാൻ തയ്യാറാകുന്നില്ല. പിന്നെ ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പം ഒറ്റ കാര്യത്തിൽ പറഞ്ഞേ അവസാനിപ്പിക്കുള്ളൂ, ഗാന്ധി തന്നെ എത്തും. ലീഡർഷിപ്പ് എന്ന് പറയുന്നതില്ല, ജനതയ്ക്ക് ലീഡർഷിപ്പില്ല. ഇപ്പം എന്നാ പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇടയ്ക്കൊരു ക്രൈസിസ് ഒക്കെ ഉണ്ടായപ്പോൾ ഒബാമ അത് സ്റ്റഡി ചെയ്തു. ആ ആശയക്കുഴപ്പം മാറ്റാൻ ഒബാമയ്ക്ക് പറ്റി, ഒരു ക്ലിൻ്റനും കുറച്ച് പറ്റി. അപ്പം അങ്ങനെ എല്ലാ രാജ്യത്തും ഇപ്പം റഷ്യ ഇത്ര നാളുള്ള റഷ്യയല്ല പുട്ടിൻ്റെ കാലത്ത്. പൂർണ്ണമായിട്ട് തകർന്നിരുന്ന റഷ്യ കുറച്ചുകൂടെ ഊർജ്ജം കൊടുത്ത് പിടിച്ചു നിർത്താൻ ആർക്ക് പറ്റി? പുട്ടിന് പറ്റി, ടെങ് സിയാവോപിങ്ങിന് പറ്റി. ഓരോ രാജ്യത്തും അങ്ങനെ ലീഡർഷിപ്പ് ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യക്ക് ലീഡർഷിപ്പ് വേണ്ട. ലീഡർഷിപ്പ് ഇല്ലാതെ ഒത്തിരി ലീഡർമാരെ വെച്ച് ഒത്തിരി രാജ്യങ്ങളെ വെച്ച് വളർന്ന രാജ്യമില്ല. അശോകനും അല്ലെ വിക്രമാദിത്യനും ഇതെല്ലാം പല രാജ്യങ്ങളുണ്ട്. അങ്ങനെ ഒരു ലീഡർഷിപ്പ് നമുക്ക് ആവശ്യമില്ല. നമ്മൾ കൾച്ചറിൻ്റെ മാത്രം ഭാഗമാണ്. അപ്പോൾ അതിൽ ഇവിടെ ഈ മധ്യേഷ്യയിൽ ഇവർക്ക് ലീഡർഷിപ്പ് കൊടുക്കാൻ ഒരു ഭാഗത്തുമില്ല. ആ ലീഡർഷിപ്പ് ഉണ്ടാകാൻ നമുക്ക് കാത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ. ആര് എന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിനാണ് ഉത്തരം ലോകം കാണേണ്ടത്. ആയുധം കൊണ്ട് തീരില്ല. ഇപ്പം ആ 100 ഹമാസ് തലവന്മാരെ കൊന്നു കഴിഞ്ഞാലും വീണ്ടും ഒരുത്തന്നെ 10-25 പേരെ വിളിച്ചുകൊണ്ട് പോകുന്ന വണ്ടിക്ക് കല്ലെറിയും. പ്രയാസം എന്നാന്നേ.